അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലത്തിൽ, ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു ബുദ്ധൻ്റെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബുദ്ധൻ്റെ ഒരു കഥയിൽ ആദ്യമായിട്ട് ബിംബിസാരൻ എന്നൊരു മഹാരാജാവ് അദ്ദേഹത്തിന് സന്യാസിയായതിനു ശേഷം കുറേയധികം ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വലിയ വിലയുള്ള വജ്രങ്ങളും സ്വർണവും സ്ഥലവും എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്ന് അദ്ദേഹം വെക്കുന്നു. അദ്ദേഹം ഒന്ന് തൊട്ടിട്ട് അതിനെ ബ്ലെസ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് അവിടുത്തെ വലിയ പ്രമാണിമാരും ബുദ്ധനെ ആദരിക്കാനായിട്ട് ബുദ്ധൻ്റെ ഒരു ബഹുമാനത്തിൽ കുറേ സാധനങ്ങൾ സമർപ്പിക്കുന്നു. അതേ സമയത്ത് ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇതേ ഭഗവാനെ എനിക്ക് സമർപ്പിക്കാനായിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പറമ്പിലുണ്ടായ കഴിച്ച പൈനാപ്പിൾ, വേറെ ഒന്നുമില്ല, എത്രയും ദാരിദ്ര്യമാണ് എനിക്ക്, ഞാനിത് ഭഗവാന് വളരെ സ്നേഹത്തോടെയും താല്പര്യത്തോടെയും സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രാമായണ കാലത്ത് നമ്മൾ കണ്ടതാണ് ശബരിയുടെ ഈ പഴം കഴിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കാരക്ക. അതേപോലെ തന്നെ ഒരു ഭക്തിയിലാണ് ഈ സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തിന് അത് സമർപ്പിച്ചത്. അദ്ദേഹം 2 കൈയും കൊണ്ട് അത് സ്വീകരിച്ചിട്ട് അത് ഭക്ഷിക്കുകയും ചെയ്തു, അവരനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ബുദ്ധൻ്റെ ഈ സ്നേഹവും കണ്ടിട്ട്, വാത്സല്യവും കണ്ടിട്ട് അവർ ആ വലിയ രാജാക്കന്മാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ കൊടുത്ത ഇത്രയും വിലമതിപ്പുള്ള സാധനത്തിന് താങ്കൾ വെറും ബ്ലസ് ചെയ്തിട്ടുള്ളൂ, ഇത് അവർ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു, അത് കഴിക്കുകയും ചെയ്തു. അതെന്താ എൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവരുടെ ഭക്തിയാണ് കണ്ടത്. നിങ്ങൾ എനിക്ക് തരാനുള്ള സാധനങ്ങളെക്കാൾ എത്രയോ വിലയുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അസറ്റ് ഉണ്ട്, എന്നിട്ട് നിങ്ങളതൊന്നും കൊടുക്കാതെ എനിക്ക് കൊടുത്തിരിക്കുന്നത് വെറും ഈ ചെറിയ സമ്മാനങ്ങൾ മാത്രമാണ്. അത് നിങ്ങളുടെ ഒരു ശതമാനം പോലും, വരുമാനത്തിൻ്റെ 1% പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ത്രീയുടെ ഭക്തി കണ്ടോളൂ. അവരുടെ വീട്ടിലുണ്ടായ ആകെ ഒരു പഴമാണ്, ആ പൈനാപ്പിളിൻ്റെ കഴിച്ചതാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അതെങ്കിലും എനിക്ക് കൊടുക്കാൻ സാധിച്ചല്ലോ എന്നൊരു സ്നേഹത്തോടെയാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആ സ്നേഹവും വാത്സല്യവും ബഹുമാനവും കണ്ടിട്ടാണ് ഞാനത് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം അതിന് അത്രയും വിലയുള്ള ഒരു സാധനമായിട്ട് ഞാൻ കാണുന്നു എന്നാണ് ആ ഭഗവാൻ ബുദ്ധൻ അവരെ അനുഗ്രഹിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ സമർപ്പിക്കുന്നത്, എന്ത് മനോഭാവത്തോടെയാണ് സമർപ്പിക്കുന്നത്, അതാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. അതാണ് ബുദ്ധൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഈശ്വരഭക്തിയോടെ നമ്മൾ ഏതാണ് സമർപ്പിക്കുന്നത് അതിനാണ് പൂർണ്ണമായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ അവസരത്തിൽ ഈ മനോഹരമായിട്ടുള്ള ബാലിയിലെ ഈ ഉളുന്ത് എന്ന ഒരു സ്ഥലത്ത് ബെട്രിൻ എന്ന് പറഞ്ഞൊരു കായലിൻ്റെ തീരത്ത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു കായലാണ്, മനോഹരമായിട്ടുള്ള. നമ്മൾ ബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് ഒരു കഥാമൃതത്തിൻ്റെ ഒരു കഥ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത്രയേ ഉള്ളൂ ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്.